ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇനി നമ്മൾ ആലപ്പുഴ കടപ്പുറത്തെ വിശേഷങ്ങളാണ്. കണ്ടിഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ് മറക്കരുത്. നമുക്ക് വീഡിയോസിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ ഇന്ന് ആലപ്പുഴ കടപ്പുറത്ത് വന്നിരിക്കുകയാണ്. കടപ്പുറത്തെ ചില വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇന്നത്തെ ഞായറാഴ്ച ദിവസം സാധാരണ ആലപ്പുഴയിൽ കടപ്പുറത്ത് എത്താറുള്ള ജനങ്ങൾ ഇന്നിച്ച് കുറവാണ്, പക്ഷേ എന്നാലും മാക്സിമം ഉണ്ട്. നല്ല രസമുള്ള കാഴ്ചയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും ഐറ്റംസുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാനും കേൾക്കാനും. അതിലുപരി കടലാണ് ഏറ്റവും കൂടുതൽ അല്ലേ. കടലും പിന്നെ ആ സൂര്യൻ്റെ അസ്തമാന സമയവും പിന്നെ ആ കാണുന്ന ഒരു പ്രത്യേകതരം വൈബ് മനസ്സിന് കുളിർമ നൽകും. ഏത് വിഷമഘട്ടങ്ങളിലാണെങ്കിലും ഒന്ന് വന്ന് കടപ്പുറത്ത് വന്നിരുന്ന് നമ്മൾ ആ കടലിലേക്ക് നോക്കിയിരിക്കുകയോ അല്ലെങ്കിൽ ആ തിരമാലകളിലേക്ക് നോക്കുക അല്ലെങ്കിൽ അസ്തമാന സൂര്യനിലേക്ക് നോക്കുക. എന്ത് രസമാണ് കാണാൻ. കൺകുളിർമ നൽകുന്ന പല പല കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ചങ്കുകളൊക്കെ ഇവിടെ വന്ന് അടിച്ചു പൊളിക്കുകയാണ്. കുട്ടികളൊക്കെ ഉണ്ട്. അവർ പല പല ഐറ്റംസുകൾ വന്ന് വാങ്ങിക്കുന്നവരുണ്ട്. നല്ല എന്താ പറയുക, ബജികളുണ്ട്. പിന്നെ മറ്റ് ഉപ്പിലിട്ട ഐറ്റംസുകളൊക്കെ വിൽക്കുന്ന കടയാണ് കേട്ടോ. ഉപ്പിലിട്ട ഐറ്റംസൊക്കെ മേടിക്കാൻ കുഞ്ഞുമക്കളും വലുതും ചെറുതും ആരാണ് ആഗ്രഹിക്കാത്ത ഇതൊക്കെ വന്നൊന്ന് മേടിച്ച് കഴിക്കാൻ അല്ലേ. ഉപ്പിലിട്ടതിനോട് താല്പര്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവും. എന്ത് രസമാണെന്നറിയോ കളർഫുള്ളായ ആ കുപ്പികളിലൊക്കെ ഇരിക്കുന്നത് കാണാൻ. അങ്ങനെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയപ്പോഴത്തേക്ക് അവിടെ വീണ്ടും എന്താ കാണാമെന്ന് പറയാൻ അവിടെ പല കാഴ്ചകളുമുണ്ട്. അപ്പോൾ നമ്മളതിങ്ങനെ കണ്ടും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ നമുക്ക് എൻ്റെ ലക്ഷ്യം കടലിൻ്റെ അടുത്തേക്ക് ചെല്ലുക, അവിടെ നിന്നുള്ള കുറച്ച് വിഷ്വലൊക്കെ എടുക്കുക എന്നതായിരുന്നു. അങ്ങനെ ഞാൻ മുന്നോട്ട് നമ്മുടെ പ്രയാണം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് നമ്മുടെ കുഞ്ഞ് കളിപ്പാട്ടങ്ങൾ വിളിക്കുന്ന കട കണ്ടത്. അവിടേക്ക് കളിപ്പാട്ടങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. പമ്പരങ്ങളും മറ്റ് ഐറ്റംസും കാര്യങ്ങളൊക്കെ. പുള്ളിക്കാരൻ കണ്ടില്ലെന്ന് പറഞ്ഞു. എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിരിക്കുക. പമ്പരങ്ങളുണ്ട്, പട്ടമുണ്ട്. അങ്ങനെ മക്കളൊക്കെ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ. പിന്നെ ഇത് കാണുന്നത് നമ്മുടെ പൊന്തുകാർ അവരുടെ ചെറുവള്ളങ്ങൾ അവിടെ ചാരി വെച്ചിരിക്കുന്നത് കാണാം. അതും കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പോകുന്നത് ഞാൻ എൻ്റെ കടലിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. കാര്യം ഏറെ ഇഷ്ടമുള്ളൊരു സംഭവമാണ് കടലിനടുത്ത് പോയി കടൽ കാണുക, തിരമാലകളടിക്കുന്നത് കാണുക, സൂര്യൻ്റെ അസ്തമാനങ്ങൾ മറയുന്നത് കാണുക. അതൊക്കെ ഒരു പ്രത്യേകതരം വൈബാണ്. പിന്നെ കടലിൽ ഇറങ്ങി കാല് നനയ്ക്കുക, അതിന് വെമ്പൽ കൊള്ളുന്ന ആൾക്കാർ. ഇത് ഞങ്ങളുടെ കടൽപ്പാലമാണ് കേട്ടോ. നശിച്ച് ദ്രവിച്ച് എന്നിട്ട് എല്ലാം നഷ്ടപ്പെട്ട് വെറും അസ്ഥികൂടമായിരിക്കുന്ന കടൽപ്പാലമാണ് നിങ്ങൾ കണ്ടത്. സൂര്യകിരണങ്ങളേറ്റുകൊണ്ട് കടൽ വെള്ളം ഇങ്ങനെ അതിൻ്റെ പ്രകാശം പരത്തുന്നത് കാണാം കേട്ടോ. അങ്ങ് കണ്ണെത്താ ദൂരത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ തിങ്ങിക്കൂടി നോക്കാം. ഒരറ്റത്തിൽ നിന്ന് നമ്മൾ അറ്റം വരെ ആലപ്പുഴയിൽ വന്നവർക്കറിയാം ആലപ്പുഴയുടെ മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ചെങ്കളൊക്കെ വന്ന് ബൈക്കൊക്കെ സ്റ്റാർട്ടാക്കി പോകുന്നതിൻ്റെ സൗണ്ട് കേൾക്കാം. കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ വന്ന് ഇവിടെ വന്ന് കാല് നനയ്ക്കാനും വെള്ളത്തിലിറങ്ങുന്ന ആൾക്കാരുണ്ട്. അതിനെ തടുക്കാൻ വേണ്ടി ഇവിടെ നേവിയുടെ ആൾക്കാരൊക്കെ ഉണ്ട്, ഗാർഡുകളൊക്കെ ഉണ്ട്. അവർ ഇറങ്ങുന്നതിനെ വിലക്കുന്നുണ്ട്. അത് വക വെക്കാതെ ഇറങ്ങുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആലപ്പുഴയിൽ വരുന്നവർക്ക് ഞായറാഴ്ച ദിവസം ഇതുവഴി കടന്നു പോകുന്നവർക്ക് ആലപ്പുഴ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആലപ്പുഴ കടപ്പുറത്ത് ഇറങ്ങാതെ പോകുന്ന ആൾക്കാർ കുറവായിരിക്കും എന്ന് തന്നെയാണ് കരുതാനിരിക്കുന്നത്. കാര്യം ആലപ്പുഴ വഴി പോകുന്നവരാരും കടപ്പുറത്തേക്ക് എത്താതെ അങ്ങനെ പോകില്ല എന്ന് തന്നെ. ഇത് ഞങ്ങളുടെ ഇവിടുത്തെ ബൈപ്പാസാണ്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും നമ്മുടെ ബൈപ്പാസിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കടലിനടുത്ത് നിന്ന് ബൈപ്പാസ് കാണിച്ചതാണ്. നല്ല രസമുണ്ട്. തിരമാലയൊക്കെ അടിച്ച് കയറി വരുന്ന നല്ലൊരു വൈബാണ്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല രസമാണ്, അടിപൊളി. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സമയം പോകുന്നത് നമ്മൾ അറിയത്തില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. എന്തായാലും നമ്മൾ അതിലേക്ക് ആകൃഷ്ടരായി ഞാൻ കുറച്ച് അവിടെ ഇങ്ങനെ കുറേ നേരം അത് നോക്കി നിന്നു, വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നു. ചങ്കുകളിൽ നിങ്ങൾക്കിത് കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും കമൻ്റ് അടിക്കാനും സബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഞാൻ എൻ്റെ ജോലി തുടർന്നു കൊണ്ടിരുന്നു. വീഡിയോസ് കുറച്ചുകൂടി വേണം, ഞാൻ അതിലേക്കായിരുന്നു എൻ്റെ ലക്ഷ്യം. നമ്മൾ വീഡിയോസ് കറക്റ്റ് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക എന്ന ലക്ഷ്യത്തോട് വീണ്ടും ഞാൻ കുറച്ചുകൂടെ അവിടെ സ്പെൻഡ് ചെയ്ത് ഞാൻ തിരിച്ച് നടക്കാനുള്ള പ്ലാൻ നോക്കിയിരുന്നു. എന്നിട്ടും അവിടെ നിന്ന് എനിക്ക് വരാൻ തോന്നുന്നില്ല. വീണ്ടും ഞാൻ അത് കണ്ടുകൊണ്ട് വീണ്ടും ഞാൻ അവിടെ നിന്ന് എപ്പോഴും വന്ന് കാണുമെങ്കിൽ നമ്മൾ എപ്പോഴെപ്പോഴും വരുന്നവരാണ്. പക്ഷേ എന്നാലും ഓരോ വട്ടം വരുന്തോറും നമുക്ക് ഒരു പുതുമയാണ് തോന്നുന്നത്. വീണ്ടും വീണ്ടും കാണണം, വീണ്ടും വീണ്ടും എടുക്കണം, വീണ്ടും വീണ്ടും അവിടെ തന്നെ നിൽക്കണം. അതിൻ്റെ ആ ദൃശ്യഭംഗി കാണാൻ നല്ല രസമാണ്. അതുകൊണ്ടാണ് അതിലേക്ക് നമ്മൾ ആകൃഷ്ടരായിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ അവിടുന്ന് വീണ്ടും നടന്ന് തിരിച്ച് കരയ്ക്ക് വന്ന് നമ്മൾ വേറെ ചങ്ങിൻ്റെ കടയിൽ
നേരത്തെ കണ്ട ചങ്കില് അതിൻ്റെ കടയിൽ എടുത്തു വന്നപ്പോൾ നമ്മുടെ കൂട്ടുകാർ നിൽക്കുന്നുണ്ട്. പുള്ളിയായിട്ട് കുശലാന്വേഷണങ്ങൾ നടത്തി പുള്ളിയുടെ ഒരു ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീണ്ടും ഞാൻ അവിടെ നിന്ന് മുങ്ങി തിരിച്ച് ഞാൻ കയറി വരികയായിരുന്നു. അങ്ങനെ വരുന്ന കൂട്ടത്തിലാണ് ചങ്ക അവിടെ സംസാരിക്കുന്നത് കണ്ടത്. എന്തായാലും നല്ലൊരു അടിപൊളിയാണ് കേട്ടോ. പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. ആലപ്പുഴ കടപ്പുറം അതിൻ്റെ ഏരിയയെക്കുറിച്ച് പറയണം 5 മിനിറ്റ് 6 മിനിറ്റ്. ഇത് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു നേവിയുടെ ഒരു കപ്പലാണ്. അത് ഞാൻ എല്ലാ വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. അതിവിടെ പ്രദർശനത്തിന് കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇവിടെ വരുന്ന കാണികൾക്ക് സഞ്ചാരികൾക്കൊക്കെ അവർ അത് കാണട്ടെ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങി വന്നപ്പോൾ അവിടുത്തെ കുറേ ഭംഗികളൊക്കെ ഞാൻ അതിനകത്തൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചങ്കിലൂടെ വന്ന് എന്നോട് ഗെയ്സ് പറയുന്നുണ്ട്, ഞാൻ അതിനകത്ത് വോയിസ് കേൾക്കുന്നുണ്ട്. പിന്നെന്താ പറയുക, ഞാനിതേ ഒരു ബജിക്കടയിലാണ് വന്നത്. ബജിക്കടയിൽ വന്നിട്ട് ഞാൻ അവിടെ കുറേ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുന്നവരൊക്കെ ഇതേ സംഭവങ്ങൾ തന്നെയാണ്. ഇതാണ് ഇവിടുത്തെ മുഖ്യം എന്ന് പറയുന്നത്. ബജിയാണ്. ബജിയും ബജിക്കടയാണ് ഇവിടുത്തെ മുഖ്യമായ പലഹാരങ്ങൾ എന്നൊക്കെ പറയാം കേട്ടോ. ചെറിയ സ്നാക്സ് എന്നൊക്കെ പറയാം. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയപ്പോൾ നമ്മുടെ ഐസ്ക്രീം കട, കുഞ്ഞുങ്ങൾക്കൊക്കെ ഐസ്ക്രീം കട വളരെ ഇഷ്ടമാണ്. ഐസ്ക്രീമൊക്കെ വേണമല്ലോ, കടപ്പുറത്ത് വന്നാൽ പിന്നെ അവർക്ക് ഐസ്ക്രീം ഇല്ലാത്തൊരു കാര്യമില്ലല്ലോ എന്ന് പറയാം. അങ്ങനെ അതും കണ്ട് ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങി ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തുന്ന സമയമായി. അങ്ങനെ ആ ദൂരെ നിന്നുള്ളൊരു വിഷ്വൽ കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ചെങ്കളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും കമൻ്റ് ഇടാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ സബ് അത് മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാ ചങ്കുകൾക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.